കുറഞ്ഞില്ലേ, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ആലോചിച്ചോ, ഈ ഷോർട്സ് ഒക്കെ കണ്ട് 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 എല്ലാം ഉണ്ട്, ഒരു സമാധാനമില്ല, സന്തോഷമില്ല. സന്തോഷത്തിനും സമാധാനത്തിലേക്കും നയിക്കുന്ന എന്നാൽ നമുക്കില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സമാധാനം വേണം, അല്ലെങ്കിൽ സന്തോഷം വേണം. ഇതല്ലാതെ മറ്റുള്ള നീഡ്സും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പം ജോലി വേണം, പൈസ വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറിനെ വേണം, അല്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് വേണം, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കുണ്ട്, പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? ഇന്ന് മുമ്പിൽ വന്നിരുന്ന ഒരാൾ പറഞ്ഞവരാണ് എല്ലാം ഉണ്ട്, ഒരു സമാധാനമില്ല, സന്തോഷമില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം മൊമെന്ററിയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു പിന്നെ നമ്മളെ ഒരു മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, നമ്മൾ ഒരു ബെൻസ് മേടിച്ച് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം പോയി. അപ്പൊ അത് മൊമെന്ററിയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ സന്തോഷം പോയി. സന്തോഷം മൊമെന്ററിയാണ്. അപ്പൊ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും നമ്മൾ ചെയ്യുന്നത് ലൈഫിൽ. എന്നിട്ട് സമാധാനം ഉണ്ടോ? സമാധാനം ഇല്ല. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ 2 കാര്യങ്ങളാണ്. ഈ സന്തോഷത്തിനും സമാധാനത്തിലേക്കും നയിക്കുന്ന എന്നാൽ നമുക്കില്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് കൺസിസ്റ്റൻസി, 2 ഡിസിപ്ലിൻ. ഞാൻ ഈ ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പലപ്പോഴും തോന്നി, ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്ത വാക്കാണ്. കാര്യം എന്താണെന്നറിയോ, നമുക്ക് സ്കൂളിൽ ഡിസിപ്ലിൻ എന്ന വാക്ക് എപ്പോഴും നമ്മൾ വി ആർ കണക്റ്റഡ് ടു അവർ സ്കൂൾ. അപ്പം നമുക്ക് സ്കൂളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത നമ്മുടെ ചിലപ്പോൾ ഒരു ഹെഡ് മാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഒരാളാണ് നമ്മൾ ഒരു ഡിസിപ്ലിൻ, അയാളെ എന്തോരം ഡിസിപ്ലിനാണ്, എന്തോരം തല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എപ്പോഴും ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു നെഗറ്റീവ് വേർഡുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജാണ്, സെൽഫ് ഇമേജാണ് നമുക്കുള്ളത്. അപ്പൊ ഡിസിപ്ലിൻ എപ്പോഴും നമ്മളൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള ഒരു കൺട്രോളാണ് ഡിസിപ്ലിൻ. അപ്പോൾ അതൊരു പേഴ്സണൽ ഗ്രോത്ത് തന്നെയല്ലേ, അതൊരു നല്ല കാര്യമാണ്. ബട്ട് എപ്പോഴും നമ്മൾ അതിനൊരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതാണ് ശരിക്കും നമുക്ക് ഇല്ലാത്തതും നമുക്ക് വേണ്ട ഒരു സംഭവം, നമുക്ക് നമ്മുടെ മേലുള്ള ഒരു ഡിസിപ്ലിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? ഡിസിപ്ലിൻ ഇല്ല. ഇനി നമുക്കില്ല. അപ്പൊ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത്, ഇപ്പം നമ്മുടെ മുമ്പിലേക്കുള്ള തലമുറ, അതിന് ഡിസിപ്ലിൻ ഉണ്ടോ? ആലോചിച്ചോക്കെ നിങ്ങൾ. അതായത് ഇപ്പം ഞാൻ പലപ്പോഴും കാണുന്ന ഒരു യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇല്ല. ഓക്കെ, എല്ലാവരും ഭയങ്കരമായിട്ട് തടിയൊക്കെ വെച്ച് എൻ്റെ മുമ്പിൽ കുട്ടികൾ വരാറുണ്ട്. ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, എൻ്റെ മുമ്പിൽ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ വരുന്നതുകൊണ്ടാണ്. നമ്മളൊന്ന് ചുറ്റിലിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ യൂത്തിന്റെ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടോയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. മെന്റൽ ഹെൽത്ത് ഉണ്ടോ? മെന്റൽ ഹെൽത്തും ഇല്ല. അപ്പം ഇതൊന്നും തന്നെ ഇന്നത്തെ തലമുറയ്ക്കില്ല. അതെന്തുകൊണ്ടാണ്? ഡിസിപ്ലിൻ ഇല്ലാത്തതാണ്. അല്ല, അതായത് ശരിക്കും ഒരു 15 തൊട്ട് 20 വയസ്സ് വരെ, ഒരു അഡോളസെന്റ് ഏജിൽ വരെ അവർക്ക് എന്തെങ്കിലും ഡിസിപ്ലിൻ ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ അവര് ജെന്യുവിൻലി ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പല പാരന്റ്സിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കുട്ടികളെ. ഭയങ്കര ദേഷ്യം. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ചുറ്റിലും മിക്കവരുള്ളവർക്കും ഇത് ഞാൻ പറയുമ്പം ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അവരെ നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല, അല്ലെ? അപ്പോൾ യാതൊരു ഡിസിപ്ലിനും ആ കുട്ടികൾക്കും ഇല്ല. എന്തുകൊണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ഫ്രൂട്ട്സ് മേടിക്കാൻ പോകും. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് എടുത്തു തരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന ഒരു 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവിടെ നിൽപ്പുണ്ട്, ഒരു മകനാണ്, അവൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഇദ്ദേഹം ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇവനോട് പറയുന്നു, അതെടുക്കൂ, ഇതെടുക്കൂ, തൂക്കി എടുക്കൂ, പൈസ മേടിക്കൂ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ശരിക്കും അവൻ ഇപ്പോഴേ അത് ചെയ്ത് ശീലിക്കുകയാണ്, അല്ലെ? ഇനി അവൻ ആ കടയിൽ വന്ന് നിൽക്കാൻ എന്തെങ്കിലും നാണക്കേട് ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അവന്റെ അച്ഛൻ അവനെ പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ലേ? നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഒരു കട ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ കടയിൽ കൊണ്ട് പോവോ? ഒരിക്കലും പോവില്ല. നമ്മളെ ഞാനേ കഷ്ടപ്പെട്ട്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വളർന്നത്, അപ്പൊ പിന്നെ ഇനി എന്തിനാ എന്റെ മോനെയും കൂടി കഷ്ടപ്പെടുത്തണം? ഇതാണ് നമ്മളുടെ മെന്റൽ മെന്റാലിറ്റി. നമ്മൾ നമ്മുടെ മക്കളെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെയാണ് വളർത്തുന്നത്. അങ്ങനെ കഷ്ടപ്പാടില്ലാതെ നമ്മൾ വളർത്തിയിട്ട് ഒരു
കോളേജ് ടൈമൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയണ്ടേട്ടാ എനിക്ക് തീരെ വയ്യടാ ഇത്തിരി കടയിൽ പോയി ഇരിക്കുമെന്ന് ചോദിച്ചു. ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മോൻ പോയി ഒരു ഫ്രൂട്ട്സിന്റെ കടയിൽ ഇരിക്കും ഇല്ല. അതായത് ഇരിക്കാനും പോണില്ല, നമുക്ക് തിരിച്ച് നല്ല ചീത്തയും കിട്ടും. എന്നോടാണോ ഇതൊക്കെ പറയുന്നത്? അപ്പം നമ്മൾ ആരുടെ മിസ്റ്റേക്കാ? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോൾ നമ്മൾ തന്നെയാണ് കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ. കാരണം ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പല പാരൻസ് എന്നോടൊന്ന് പറയുന്നതാണ്, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കത്തില്ല മാഡം. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്ക്, എന്താണ് ശരി, എന്താണ് നമുക്ക് പറ്റിയ തെറ്റാണ്. ഞാൻ പറഞ്ഞു നിർത്തിയത് ഡിസിപ്ലിനിങ് ആണ്. അപ്പോൾ ഈ ഒരു യൂത്തിനെ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു യൂത്ത്, അതായത് മെന്റലി ആൻഡ് ഫിസിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു യൂത്ത്, ആ ഒരു യൂത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഗുരുനാഥൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ സ്കൂളിൽ കൊടുക്കുന്നു. കോൺടാക്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിൽ എന്തിനാ കൊടുക്കണേ? നമ്മൾ ചുമ്മാ ഒരു ഗുഡ് ഇട്ട് കൊടുക്കണം. വലിയ കുഴപ്പമുള്ള ഒരാളിനെയൊക്കെയാണ് നമ്മൾ ബാഡൊക്കെ ഇടുന്നത്, കാരണം എൻ്റെ ലൈഫ് തീർന്നു നമ്മൾ തന്നെ പറയും. ശരിക്കും ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള, നല്ല കഴിവുള്ള, നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള, അല്ലെങ്കിൽ നല്ല റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാർക്ക് അല്ലേ ഗുഡ് എന്ന് പറഞ്ഞ് ഈ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു ഞാൻ ഈ പറഞ്ഞൊരു കാര്യം. അത് വെച്ചിട്ടല്ല അവനൊരു ജോലി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടാണ് അവന് നാളെ അവന്റെ കരിയറിൽ ഒരു ജോലി കിട്ടുകയാണെങ്കിൽ എത്ര പേരുടെ ആരോഗ്യം നന്നാവും? എത്ര നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം നന്നാവും? എത്ര പേര് ഫിസിക്കലി ആക്റ്റീവ് ആവും? എത്ര പേര് റെസ്പോൺസിബിൾ ആവും? എത്ര പേർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും? ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ട ഒരു സാധനം ഇതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നേ ഇല്ല. ചോദ്യം നിങ്ങളുടെ അടുത്താണ് കേട്ടോ, ഇതാരുടെ മിസ്റ്റേക്കാണ്? ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു തലമുറയാണ് നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല ആരോഗ്യവും നല്ല കഴിവും നല്ല കമ്മിറ്റ്മെന്റും നല്ല റെസ്പോൺസിബിലിറ്റിയും ഉള്ള ഒരാൾക്ക് മാത്രമാണ് ജോലി കിട്ടുന്നതെങ്കിൽ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കില്ലേ? സ്കൂൾ തലത്തിൽ തൊട്ട് തന്നെ എല്ലാ കുട്ടികളും അങ്ങനെ ഒരു രീതിയിലായി വരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തില്ല. അവരുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഇതെല്ലാമാണ് മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും അതിന് ശ്രമിക്കൂലേ? അല്ലെ? ഇനി അടുത്തൊരു ചോദ്യം നിങ്ങളടുത്താണ്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ കാഴ്ചകളും ഒക്കെയാണ് എല്ലാവരോടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും സജഷൻസ് ആണ്, അതിങ്ങനെ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടൂടെ മാഡം, അങ്ങനെ ഇടുമ്പോൾ ഒരുപാട് പേര് കാണില്ലേ? ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ എൻ്റെ പൊട്ടത്തരമായിരിക്കും കേട്ടോ അത്, ഈ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡിൽ കാണുന്നു, നമ്മുടെ തലയിൽ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ? ചിലപ്പോൾ ഒരു വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടോ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെ ഷോർട്സ് നമുക്ക് ഇടാം. കാരണം നമ്മളെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യണല്ലേ, നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ആലോചിച്ചോ, ഈ ഷോർട്സ് ഒക്കെ കണ്ട് 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 എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ വരികയാണ്, അറ്റൻഷൻ കിട്ടുന്നില്ല മാഡം, ഷോർട്സ് കാണുകയാണ്. എല്ലാം ചെറുത് മതി നമുക്ക്, ഏറ്റവും ചെറുത്. ഈ ചെറുത് എന്തെങ്കിലും നമ്മുടെ തലയിൽ നിൽക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ അതുകൊണ്ട് തീരുമാനിച്ചു, എനിക്ക് എന്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അതായത് എല്ലാത്തരം, ഇതിപ്പോ സാധാരണക്കാർക്കുള്ള വീഡിയോസ് ആയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഡീപ്പ് വർക്കിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ഹീലിംഗ് പാർട്ടില്, ഹീലിംഗ് ട്രീ മൈന്ദിലേക്കായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും കാണാറില്ല, കാരണം ആർക്കും ഹീലിംഗ് വേണ്ടല്ലോ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതായത് ഈ ഷോർട്സ് എന്ന് പറയുന്ന ഒരു സാധനമാണോ നിങ്ങളുടെ തലയിൽ കൂടുതൽ നിൽക്കുന്നത്? അതെ, ഇങ്ങനൊരു ലോങ് വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ നിൽക്കുന്നില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയൂ കേട്ടോ അതിനകത്ത്. അപ്പൊ ഹാപ്പിനെസിന്റെ കീ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് കൺസിസ്റ്റൻസി. അതായത് നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾക്ക് ഒരു അസുഖം വന്നു, നിങ്ങളത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, നിങ്ങൾ അൺഹാപ്പിയാണ് പ്രസന്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഫിനാൻസ്, എല്ലാത്തിലും നിങ്ങൾ അൺഹാപ്പി ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ അത് നേരെയാക്കാൻ വേണ്ടി? കാരണം അതാണ് എൻ്റെ കീ. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷൻ മാറും, അല്ലേ? അപ്പോൾ ആ കൺസിസ്റ്റൻസി വിൽ ലീഡ് ടു ഹാപ്പിനെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോകാനായിട്ട്. അതാണ് ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്താനുള്ള മറ്റൊരു മാർഗം. അപ്പോൾ ഹാപ്പിനെസ്സിലേക്കോ അല്ലെങ്കിൽ സമാധാനത്തിലേക്കോ ഒക്കെ നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് കൺസിസ്റ്റൻസി, 2 നമ്മളുടെ ഡിസിപ്ലിൻ. അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന വാക്ക് നമ്മുടെ തലയിൽ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ സെൽഫ് ഡിസിപ്ലിൻ എന്നാക്കി മാറ്റുക. അപ്പോൾ ശരിക്കും സമാധാനം എന്ന് പറയുന്നത് ഗുളിയല്ല, ഓക്കെ, ആൽക്കഹോൾ അല്ല, അല്ലെങ്കിൽ മദ്യമല്ല, അല്ലെങ്കിൽ മറ്റുള്ള റിലേഷൻഷിപ്പുകളല്ല സമാധാനം, ഷോപ്പിംഗ് അല്ല സമാധാനം, അല്ലെങ്കിൽ കഞ്ചാവ് പോലത്തെ ലഹരി പദാർത്ഥങ്ങളല്ല സമാധാനം. സമാധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു ഫ്രം ഹീലിംഗ് ട്രീ ബൈ ഇതിലേക്ക്.